UDF പിളർപ്പിലേക്കോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം നേതാക്കന്മാരെല്ലാം നാല് വഴിക്കാണ്. കെ സുധാകരനെ അപമാനിച്ചു, VD സതീശനെ അപമാനിച്ചു, തരൂരിനെ അപമാനിച്ചു, ഒരുമാതിരിപ്പെട്ട നേതാക്കന്മാരെ എല്ലാം അപമാനിച്ച് നാറ്റ കേസാക്കി. തരൂരിനെ വരുന്നതിന് മുൻപ് തന്നെ പ്രസംഗിപ്പിച്ച് ഒരു മൂലയിലിരുത്തി 19 നേതാക്കളുടെ പേര് വിളിച്ചിട്ട് തരൂരിൻ്റെ പേര് ഓർമ്മ വന്നില്ല. തരൂർ കേരളത്തിലെ ഒരു മികച്ച നേതാവ്, കേരളത്തിൽ മാത്രമല്ല ലോകം അറിയപ്പെടുന്ന ഒരു നേതാവാണ് തരൂർ. പക്ഷേ തരൂരിൻ്റെ പേര് രാഹുൽ ഗാന്ധി മറന്നുപോയി. ഇനി ഡൽഹിയിലേക്ക് കേരള നേതാക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇവിടെ ഒറ്റയെണ്ണം പോകില്ലെന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ നാല് വഴിക്ക്. സതീശൻ ആരെ മുഖത്ത് നോക്കാതെ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഗർജിക്കുന്ന സിംഹം. സതീശനൊക്കെ ഇപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയിലായിപ്പോയി. അപ്പോൾ 2026 എന്താ സാറേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ആഘോഷം, വിജയാഘോഷം, പിന്നെ മഹാപഞ്ചായത്ത് പിന്നെ ലീലാവതി ടീച്ചർക്ക് ഏതാണ്ട് സാധനം കൊടുത്തു, അവരെ ഒന്നും പറഞ്ഞില്ല, അങ്ങനെ സാധനം കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം വന്നു, ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് ഇവിടെ വന്നത്. ഫ്ലൈറ്റിൽ ഇവിടെ വന്നതിന് ശേഷം നേതാക്കന്മാരെല്ലാം കൂടെ അവിടെ ചെന്ന്, അങ്ങനെയാണല്ലോ എൻ്റെ ചടങ്ങ്, സ്വീകരിക്കാൻ ചെന്നു. എന്നിട്ട് ഈ അവിടുന്ന് തൊട്ടുള്ള പരിഗണന നമ്മൾ പണ്ട് സാറിന് അറിയാമെന്ന് തോന്നുന്നു, എനിക്ക് കോൺഗ്രസിനെ പറ്റി അറിയാവുന്ന സമയത്ത് കരുണാകരൻ വരുന്നതിൻ്റെ കൂടെ കയറി നിൽക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തും. അപ്പം പത്തനംതിട്ട ജില്ലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ കരുണാകരൻ വന്നാൽ ആ കരുണാകരൻ്റെ കൂടെ ആര് നിൽക്കുന്നു അയാൾക്ക് പിന്നെ നമ്മൾ കോൺഗ്രസിൻ്റെ കുറച്ചാണ്, അയാൾക്ക് പിന്നെ ജില്ലയിലെ കോൺഗ്രസിനകത്തും ഉദ്യോഗസ്ഥലത്തിലും പോലീസിനകത്തും ഒക്കെ പിന്നെ അങ്ങോട്ട് ചെന്നാൽ ചാടി എണീക്കും. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണെങ്കിൽ കരുണാകരൻ്റെ സ്വന്തമാണ്, ഒന്നും പറയുന്നത്. ഇതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരവസ്ഥ പോലെ ഇദ്ദേഹം വരുമ്പോഴും അങ്ങനെയാണല്ലോ. അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുന്ന ആൾ നമ്മൾ കണ്ടിട്ടില്ല, ഒന്ന് ചെവി പോയൊരു കാര്യം പറയുന്നത്, ചെവിയിലൊന്നും പറയുന്നില്ല, ചെവി എടുത്തോട്ട് ചെന്നിട്ട് ഇങ്ങനെ ഒന്നും കാണിക്കത്തേ ഉള്ളൂ, അങ്ങനെ ഒന്നും പറയുന്നില്ല. ആ രീതിയിൽ ഈ ഇങ്ങനെ തെള്ളുന്നതിൻ്റെ കൂട്ടത്തിൽ വന്ന പരാതിയാണ് ഇതിനകത്തുനിന്ന് ഇപ്പം ധന്യ പറഞ്ഞത്. കാരണം ഈ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി പൊട്ടനാണെന്ന് പലരും പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു അജണ്ട ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ വരവ്. അതായത് ആരായിരിക്കും അടുത്ത കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാണെന്ന് പറയാതെ പറഞ്ഞിട്ട് പോകുന്നൊരു കാര്യമാണ് നമുക്കിതിനകത്തൊന്ന് മനസ്സിലാവുന്നത്. കാരണം അദ്ദേഹം ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ ഏറ്റവും സതീശൻ ഏതാണ്ട് തീർന്നതുപോലെയാണ്. എനിക്ക് എൻ്റെ ഒരു കോൺഗ്രസിനകത്തായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, വേറെ പാർട്ടിക്കകത്തെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പ്രമുഖമായിട്ടുള്ള 2 മത SNDP NSS സതീശനെ പറ്റത്തില്ലെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിനകത്താണെങ്കിൽ ബാക്കിയുള്ളവരെ ആരായാലും ഞങ്ങൾ ഇയാളെ അംഗീകരിക്കുന്ന ഒരവസ്ഥയില്ല. ഇന്നലെ അതേ നിലപാടിൽ ഒരുപക്ഷെ സതീശൻ അനുഭവിക്കേണ്ടി വന്നു. സതീശൻ ഇയാളുടെ കാറേ കയറാൻ കയറ്റിയില്ല, വേറെ വണ്ടി പോയി കയറാൻ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ചിരിക്കാൻ പറഞ്ഞല്ല, അതൊരു വലിയ മെസ്സേജ് അല്ലേ. കാരണം ഇവിടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കാറെ കയറാൻ അവസരം ഉണ്ടായിട്ടും ആ കാറിനകത്ത് സ്പേസ് ഉണ്ടായിട്ടും അത് കയറണ്ട, വേറെ വണ്ടിയെ കയറാൻ വരൂ, അത് ഇവിടെ വന്ന് സ്റ്റേജിൽ വന്നിരുന്നു. അതിനുശേഷം പ്രാസംഗികരുടെ ലിസ്റ്റ് വന്നപ്പോഴാണ് പൈലറ്റ് പ്രാസംഗികർ, നമ്മൾ ഈ പറയത്തില്ല ആളുടെ കൂട്ടാണ്. ഇപ്പം പീതാംബരക്കുറിപ്പായിരുന്നു കരുണാകരൻ വരുന്നതിന് മുമ്പ് ആളിനെ കൂട്ടാൻ വേണ്ടി. കാരണം പുള്ളിയുടെ പ്രസംഗം അത് എനിക്കറിയാം, പേഴ്സണാശൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം വളരെ സരസമായിട്ടുള്ള പ്രസംഗവും ഒരു 4, 5, 6 മണിക്കൂർ പ്രസംഗിക്കുന്നതിന് കുഴപ്പമില്ല. ഇത് 6 മണിക്കൂറും ഒരാൾ തുടക്കത്തിലിരിക്കുന്ന ആൾ അവസാനം വരെ ഇരിക്കും. പാളിനെ കൂടി ഈ ശശി തരൂരിൻ്റെ പണി അവിടെ നിന്നറിയാം, പൈലറ്റ് പ്രാസംഗികനായിരുന്നു. കാരണം അത്രയ്ക്കുള്ള പരിഗണനയുള്ളൂ. കാരണം ഇദ്ദേഹം വരുമ്പോൾ ഇയാൾ സംസാരിക്കേണ്ട. ഈ പൈലറ്റ് പ്രാസംഗികരുടെ ഗുണം എന്തുവാ, വരുമ്പോഴത്തേനും പ്രസംഗം നിർത്തുന്നു, അയാൾ പോകുന്നു. ഇപ്പോൾ അയാൾ സ്റ്റേജിൻ്റെ പുറകിലാണ് പിന്നെ. അപ്പോൾ ആ രീതിയിൽ അതുപോലെ അടുത്ത് നിൽക്കാൻ അവസരം കൊടുത്തില്ല. പ്ലേസ്മെൻറ്റ്, അത് ശശി തരൂർ ഒന്നുമല്ല കോൺഗ്രസ്സിൽ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അത്ര മൈൻഡുള്ള ആളല്ല എന്നുള്ള രീതി സ്റ്റേജിൽ നിന്ന് മനസ്സിലാക്കും. അതുപോലെ പാവം പിടിച്ച ഗർജിക്കുന്ന സിംഹം, ഈ പറയുന്നത് പോലെ എല്ലാവരെയും കാറ്റും തട്ടുമെന്ന് പറഞ്ഞിട്ട് പിള്ളേരെ പറഞ്ഞുകൊണ്ട് കൊല്ലിക്കുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു, സുധാകരൻ, മുൻ KPC പ്രസിഡന്റ്. CPM-നെ കാച്ചുവെന്ന് പുള്ളി സ്റ്റേജിൽ നിന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടോണ്ട് ഈ പിള്ളേരെ ചാടി അവന്മാരുടെ മുമ്പ് വരും. അവന്മാരെന്തോ ഈ മുഖ്യമന്ത്രി പറഞ്ഞെന്തോ സാറേ ഏതാണ്ട് രക്ഷാപ്രവർത്തനം നടത്തും, അവന്മാരുടെ തലയും തല്ലി കയറും. അത് അങ്ങനത്തെ ഒരു അദ്ദേഹത്തെ അവിടുന്ന് മാറ്റി, കാരണം മര്യാദകട കാണിച്ച് അയാൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുമായിരുന്നു സ്റ്റേജിൽ. അയാളെ അവിടുന്ന് ഇണീപ്പിച്ചിട്ട് മാറ്റിയിരുത്തി ഈ സണ്ണി ജോസഫിനെ മാറ്റി. ഇനി ഏറ്റവും വലിയൊരു വിഡിത്തം, അത് എപ്പോഴും സംഭവിക്കുന്നതാണ്, വിഡിത്തം എന്ന് പറയാനൊക്കത്തില്ല. ഇനി ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് KC വേണുപോലെ പറഞ്ഞു. നിങ്ങളുടെ നേതാവ് ഇവിടെ നിൽപ്പുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണം ചോദിക്കാം. ചോദിച്ചതാരാ സാറേ? ഒരു ബംഗാളി. അയാൾ ഹിന്ദി ചോദിച്ചെന്തുവാ സാറേ, ഇവിടെ വികസനം ഉണ്ടല്ലോ, എന്തുകൊണ്ട് ബംഗാളി വികസനം നടക്കുന്നില്ല? അന്നേരം അടുത്ത നമ്മൾ ഇഷ്ടപ്പെടുന്ന നേതാവ് ഇപ്പോഴത്തേന് ഇയാൾ വരണ്ടു, ഇയാൾ വേദി വിടാൻ ആരണ്ടും ഹിന്ദിയിലായതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇയാൾ വലിയ നോക്കി, കാരണം പറഞ്ഞു പഠിപ്പിച്ചിരുന്ന സാധനം പുള്ളിക്ക് അറിയത്തില്ല. വലിയ നോക്കിയപ്പോൾ
ഉടനെ ഷാഫി പറമ്പിൽ പറഞ്ഞു ആ ചോദ്യം എഴുതി കൊടുത്തിട്ടുണ്ട്, ആ ചോദ്യം മാത്രം ചോദിക്കുക, എഴുതി അല്ലെങ്കിൽ ഞങ്ങൾ എഴുതിയില്ലാത്ത ചോദ്യം ചോദിക്കണ്ട. അത് മൊത്തത്തിൽ ഇത് അറിയാമല്ലോ എന്താണ് പപ്പു ഷോ എന്നുള്ളത്. ഇദ്ദേഹത്തിന്റെ ഷോ ഇന്നലത്തോടു കൂടി മനസ്സിലായി. ഒരു കാര്യമില്ല, ഇത്രയും പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഭരിക്കുന്നുണ്ട്, വികസനം വന്ന് ബംഗാളിൽ 10-15 കൊല്ലം കൊണ്ട് CPM ഭരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വികസനമില്ല. രാഷ്ട്രീയം അറിയാവുന്ന ഏത് കൊച്ചുകുട്ടിയും പറഞ്ഞിട്ട് പോകുന്നൊരു കാര്യം, ഇവിടെ വികസനം വന്നതിൻ്റെ കാരണക്കാരൻ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടപെടലുണ്ടാണ്. അവിടെ 10-35 കൊല്ലം അപ്രമാദിത്യമായിരുന്നു, അതുകൊണ്ട് അവിടെ വികസനം ഇല്ലാത്ത. ബംഗാളി എടുത്ത് പറഞ്ഞാൽ ഇത് മതി. 2024 ഇലക്ഷനെ ഫേസ് ചെയ്യുമ്പം പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ഇത്. അപ്പോൾ ഇതിനകത്ത് ശശി തരൂർ ഈ ഒരു വിഷയത്തിൽ അതൊരു വലിയ വിഷയമായിട്ട് എടുക്കുന്നു. രമേശ് ചെന്നിത്തല മിണ്ടിയിട്ടില്ല, മനസ്സിലായി, പുള്ളിക്ക് മിണ്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ ഒരു വിഷയം കൂടി, ഈ ഒരു കാര്യം ഇന്നലെ ഇവിടെ വന്നത് അയാൾ പറയാതെ പറഞ്ഞിട്ട് പോയി. 2024 ഈ ഓത്സവം ഏതാണ്ട് പഞ്ചായത്തോത്സവത്തിന് അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്ന് പറയാതെ പറഞ്ഞിട്ട് പോയത് അധികാരത്തിൽ വരുവാണെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി. മനസ്സിലായില്ലേ? എല്ലാവർക്കും നേതാക്കന്മാർക്ക് കിടന്ന വരവൊന്നും വേണ്ട, നേതാക്കന്മാർക്ക് ഇൻഡയറക്റ്റ് ആയിട്ടൊരു കാര്യം കൊടുത്തത്. വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ പ്രസംഗിക്കാൻ ഏറ്റവും അവസാനം വിളിച്ചത്. പേരെടുത്ത് പറയുന്നതിനകത്ത് എല്ലാവരുടെയും പേര് പറഞ്ഞതിനകത്ത് തരൂരിൻ്റെ പേര് പറഞ്ഞില്ല. തരൂരിൻ്റെ പേര് എത്ര എഴുതി കൊടുത്തില്ലെങ്കിലും ഓർക്കാത്ത ആളൊന്നും അല്ലല്ലോ ഈ പറഞ്ഞ ആൾ. അപ്പം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. തരൂർ ഇന്നലെ തൊട്ട് ഈ ഒരു കാരണം പറഞ്ഞു, എന്തെങ്കിലും ഒരു കയറാനിരിക്കുന്ന കുരങ്ങിന് ഒരു ഏണി എന്ന് പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ പണ്ട് പറയും, ഒരു പഴഞ്ചൊല്ല് എന്ന് പറഞ്ഞാൽ തരൂർ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഇടയ്ക്ക് വെച്ച് പറഞ്ഞു ഒരു ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് വന്ന് പ്രസംഗിച്ചു നോക്കി. ഇന്നലെ പറഞ്ഞു എനിക്ക് വേണ്ട പരിഗണനയൊന്നും കിട്ടുന്നില്ല, എനിക്ക് ചർച്ച ചെയ്യില്ല, കാര്യമില്ല, നിങ്ങൾ പോയി ചർച്ച ചെയ്യുമോ, വേറെ ഒന്നും, ഞാൻ വേറെ എനിക്കൊന്നിനോടൊന്ന് പണിയുണ്ട്. ആ രീതിയിൽ തുടക്കത്തിന് മുമ്പ് ഇവിടെ 2026 കാര്യങ്ങൾ തീരുമാനമായതുപോലെയാണ് പോകുന്നത്. ഏതായാലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും, എവിടെ അറിയാമല്ലോ, ബീഹാറിലെ അവസ്ഥ അറിയാമല്ലോ, ജയിക്കുമെന്ന് പ്രതിപക്ഷം തീരുമാനിച്ചു. പ്രതിപക്ഷം പോലും ഇല്ലാത്ത അവസ്ഥയായി. 6 MLA കഴിഞ്ഞ ദിവസം BJPയിലും പോയി. ഇവിടെ ഏകദേശം എൻ്റെ സാറേ അത് തന്നെ. ഇത് നമ്മളിങ്ങനെ ഇവരെ ഇങ്ങനെ പരിഹസിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവരെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നു എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ടതാണല്ലോ. കാരണം ചോദ്യം മഹാപഞ്ചായത്ത് കൂടി അതിൽ ചോദ്യം ചോദിക്കണം എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പരിപാടി ലൈവായി നിർത്തുന്നതിനും ഇൻട്രാക്റ്റീവ് ആക്കുന്നതിനും വേണ്ടിയിട്ടാണ് ചോദ്യം ചോദിക്കുക. അപ്പോൾ ചോദ്യം ചോദിക്കാൻ സാധാരണ രീതിയിൽ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള പരിപാടികളിൽ ഏതെങ്കിലും വ്യക്തിനെ സാധാരണ ചുമതലപ്പെടുത്തും. ഇവിടെ ഇവരെന്ത് ചെയ്ത് ബംഗാളിനെ ചുമതലപ്പെടുത്തിയ. ബംഗാളി പയ്യൻ എന്തുകൊണ്ട് ചോദ്യം ചോദിച്ചു? കാരണം ഈ മൈക്ക് ബംഗാളി പയ്യൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല, ഇവരുണ്ടേ കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ ഈ ബംഗാളി പയ്യൻ്റെ കൊണ്ടേ കൊടുത്ത് ഇങ്ങനത്തെ ചോദ്യം അവൻ്റെ അടുത്ത് വന്നു. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റാതെ വന്നു. പിന്നെ പറഞ്ഞ് എഴുതി തന്ന ചോദ്യം വായിച്ചു. അപ്പോൾ ചോദ്യം കൊടുത്തിട്ട് എന്താ ചോദിക്കാൻ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ. ഷാഫി പറമ്പിലൊക്കെ വളരെ കത്തിജ്വലിച്ച് നിൽക്കുന്ന നേതാവാണ്. പക്ഷേ ഇങ്ങനെയാണ് ഇവരുടെയൊക്കെ ഇതിൻ്റെ ഒരു പ്രായോഗികമായ രാഷ്ട്രീയം എന്ന് നമ്മൾ കണ്ടു. വളരെ മോശമായി പോയി. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. അപ്പോൾ ഈ VD സതീശനെ ആ കാറിൽ കയറ്റി കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? ഇത് കേരളത്തിൽ ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ ഒരു വലിയ വിജയത്തെ ആഘോഷിക്കുന്ന ഒരു വേളയാണ്. അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവ് തന്നെയാണ് VD സതീശൻ. പക്ഷേ VD സതീശൻ രാഹുൽ ഗാന്ധിയുടെ കാറിൽ കയറാൻ വന്ന സമയത്ത് വേണ്ട, നീ ഈ കാറിൽ കയറണ്ട, വേറെ വണ്ടി കയറിയെന്ന് പറഞ്ഞ് വിടുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അകത്ത് കാണുന്നത്. അകത്തെ കാഴ്ച എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ സുധാകരൻ തൊട്ടടുത്തിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയി വേറെ ഇരിക്കും, അവിടെ അങ്ങനെ ഇരുത്താണ്. അതുപോലെ തന്നെ ഈ ഒരു പൈലറ്റ് പ്രാസംഗികന്റെ പ്രാധാന്യം പോലും ശശി തരൂർ എന്ന് പറയുന്നത് ഈ വിശ്വപൗരന് കൊടുത്തില്ല അല്ലേ? പൈലറ്റിന് പ്രാധാന്യം കൊടുത്തു. എന്നിട്ട് രാഹുൽ ഗാന്ധി വരുന്നവരെ സംസാരിച്ചോളാം. അല്ല, ആ സ്റ്റേജിനകത്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് അടുത്ത് നിർത്തിയില്ല. മാത്രമല്ല ഇയാളെ ഈ രാഹുൽ ഗാന്ധി നോക്കുപോലും ചെയ്തില്ല. അതെല്ലാം പ്രത്യേകിച്ച് മാധ്യമങ്ങളെടുത്ത് കാണിക്കുകയാണ്. അതെ, അത് മാധ്യമങ്ങളെടുത്ത് കാണിക്കുമല്ലോ. കാരണം മാധ്യമങ്ങൾ ഇത് വലിയ മഹോത്സവമായിട്ട് കണക്കാക്കി തന്നെയാണ് നിൽക്കുന്ന വലിയ വാർത്താ പ്രാധാന്യം സംഭവമായിട്ട് മാറി. ശശി തരൂർ കൃത്യമായിട്ട് പരാതി പറഞ്ഞു, എന്നെ പരിഗണിച്ചിട്ടില്ല, എന്നെ പരിഗണിക്കാതെ എന്നെ പുറത്താക്കുന്ന തരത്തിലുള്ള ഈ അവഗണന സഹിക്കാനായിട്ട് എന്തായാലും പറ്റില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശശി തരൂർ കോൺഗ്രസ്സിനൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര അത്ര സുഖകരമായിട്ട് ഇനി തുടരാനായിട്ട് സാധ്യതയില്ല എന്ന്
വെളിവാക്കപ്പെട്ടു. അദ്ദേഹത്തിന് പക്ഷേ ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഉണ്ടെന്ന് അദ്ദേഹത്തെ MP ആയിട്ട് ജനങ്ങളാണ് തിരഞ്ഞെടുത്തത്. ഇവരുടെ ലേബലിലാണ് മത്സരിച്ചെന്നുള്ളത് ശരിയാണ്. ആ കാലാവധി വരെയും അദ്ദേഹം കോൺഗ്രസിനൊപ്പം ഉണ്ടാവും, MP ആയിട്ടും തുടരും. അതിനപ്പുറത്ത് മറ്റൊരു ഇമ്പാക്റ്റുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഇവരെല്ലാവരും കൂടി പറഞ്ഞു വെപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ കരുതി എന്താണെന്ന് വെച്ചാൽ 3 മാസം കഴിയുമ്പോഴേക്കും നടക്കാൻ പോകുന്ന കേരള തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായിട്ട് അദ്ദേഹം ഉണ്ടാകും എന്നാണ് കരുതപ്പെട്ടിരുന്നത്. അതില്ല, അല്ലെങ്കിൽ ഉണ്ടാവേണ്ടതില്ല എന്ന് തീരുമാനമായി. എന്നുവെച്ചാൽ ശശി തരൂരിൻ്റെ കാര്യത്തിൽ അത് ഒരു തീരുമാനമായി മാറി അല്ലേ? അദ്ദേഹം അതിൻ്റെ ഒപ്പം ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കോൺഗ്രസ് MP-മാരൊന്നും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന തരത്തിൽ തീരുമാനം വരാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ശശി തരൂരിനെ മത്സരിപ്പിക്കാതിരിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു പൊതു തീരുമാനം എടുക്കേണ്ടി വരും. മത്സരിക്കുന്നില്ലെന്ന് പ്രസാർ അല്ല, അതല്ല, അത് ഇപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് എനിക്ക് മത്സരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞ പ്രശ്നമില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാവശ്യം ശശി തരൂരിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള MP-മാരാരും തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അല്ലേ? അപ്പം എന്ത് സംഭവിക്കും? അടൂർ പ്രകാശ് കൊടുക്കുന്ന സുരേഷ്, KC വേണമല്ലോ അവസാനം ഇറക്കിയാൽ മതി, സുധാകരനെ, എല്ലാവർക്കും പ്രശ്നം. അപ്പോൾ പിന്നെ വേറെ കാര്യം, ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സാറി പറഞ്ഞതുപോലെ എല്ലാ തീരുമാനമായി. ഇപ്പോൾ പുതിയൊരു തീരുമാനം എടുക്കും. കാരണം ബീഹാറിലെടുത്ത പോലെ എന്താണെന്നറിയാം, ഏറ്റവും സാധ്യത ഉണ്ടായിരുന്ന ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസ് അധികാരത്തിൽ വരികയും അല്ലെങ്കിൽ കോൺഗ്രസിനെ കൊണ്ടുവരാൻ വേണ്ടി ജനം തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യത്തിനകത്തൊന്നും ഒരു മാറ്റം വരുത്താനുള്ള കാര്യമുണ്ട്. കാരണം ബീഹാറിൽ അങ്ങനെ ആയിരുന്നല്ലോ. അത് യാതൊരു കാരണവശാലും BJP വരാനുള്ള സാധ്യത മാധ്യമങ്ങളിലൂടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും ഇല്ലായിരുന്നു. ഈ പറയുന്ന മഹാപപ്പുമോൻ അവിടെ ചെന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് പഞ്ചായത്തോത്സവം അല്ലേ? പഞ്ചായത്ത് ജയിച്ചതിന് ഇയാളെ ഇവിടെ വിളിച്ചു വരുത്തി ഏകദേശം കോൺഗ്രസിനകത്ത് നേതാക്കന്മാരൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇതാണ് കാര്യം, അല്ലെങ്കിൽ ഇത്തരത്തിലാണ് കാര്യം, ഞാൻ ഇത്രയേ ഉള്ളൂ, ഇല്ല പ്രസംഗത്തിൻ്റെ ചോദ്യം ചോദിച്ചോടുകൂടി അയാളെ പറ്റി ഒരു തീരുമാനം. അപ്പോഴത്തെ ജനത്തിന് മനസ്സിലായല്ലോ കോൺഗ്രസ് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരണ്ടെന്ന് ഇവിടെ തീരുമാനിച്ചതുപോലെ ഇവിടുത്തെ ജനം തീരുമാനിക്കും. ഇയാൾ വന്നു കഴിഞ്ഞാൽ നല്ല എണ്ണമുള്ള ജാതകം കേട്ടോ, എവിടെ ചെന്നാലും ഇയാളാണല്ലോ ഇവിടെയും തുടക്കം. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കമായിട്ട് ഇതിനെ കാണുക. കാരണം നാളെ മോദി വരുന്നത് BJPയുടെ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കമായിട്ട് കാണേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇന്നലെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കമെന്ന് കാണേണ്ടി വരും. അത് വളരെ വൃത്തിയായിരുന്നു, കൃത്യമായിരുന്നു, ആഘോഷം ഗംഭീരമായിരുന്നു, റിസൾട്ട് ഗംഭീരമായിരിക്കും.